ഹായ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ റവ കേസരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയുമായിരിക്കും, എന്നാലും ഞാൻ എൻ്റേതായ ഒരു രീതിയിൽ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനൊരു 3 സ്പൂണ് നെയ്യാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് രണ്ടും ഒന്ന് നമുക്ക് വറുത്ത് കോരി മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് മാറ്റി വെക്കുകയാണേ. പിന്നെ ആ നെയ്യിലേക്ക് തന്നെ 1 കപ്പ് റവ ഇട്ട് കൊടുക്കുക. ഞാൻ ചെറിയൊരു കപ്പ് അളവിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കപ്പിലേക്ക് 1 കപ്പ് റവ ആ നെയ്യിലേക്കിട്ട് നന്നായി വറുത്തെടുക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നെയ്യിൽ റവ വറുത്തെടുക്കുമ്പോൾ ഇപ്പം നല്ലൊരു സ്മെല്ലാണ്. അതിലേക്ക് 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് റവയാണ് ഞാൻ എടുത്തത്. അതേ കപ്പിന് തന്നെ 2 കപ്പ് വെള്ളമാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ചിലവർ പാലിൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാനിപ്പോൾ വെള്ളത്തിലാണ് ചെയ്യുന്നത്. പിന്നെ കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഫുഡ് കളർ ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ ആവാം. മഞ്ഞൾപ്പൊടി ആകുമ്പോൾ ഒന്നുകൂടി ഹെൽത്തി ആവും. അപ്പോൾ അതിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ വെള്ളം വറ്റി വരുമ്പോൾ 1 കപ്പ് പഞ്ചസാര. അപ്പോൾ ആ 1 കപ്പ് റവയ്ക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര തന്നെയാണ് ഇട്ട് കൊടുത്തത്. അതൊന്ന് മെൽട്ടായി വരുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര മെൽട്ടായി കഴിയുമ്പോൾ 2 സ്പൂണും കൂടി നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഈ സമയത്തൊക്കെ തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പം നന്നായി മിക്സ് ചെയ്യുക. അതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്നൊരു പാകമാണ് കേട്ടോ. ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരും, അതാണ് പാകം. അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാനുള്ളൊരു പാത്രം നെയ്യ് തടവി മാറ്റി വെക്കുകയാണ്. കാരണം നെയ്യ് തടവിക്കഴിഞ്ഞാൽ അതിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതിലേക്ക് അത് മാറ്റുക. ഇങ്ങനെ കോരി കഴിക്കുന്നവർക്കാണെങ്കിൽ ഇങ്ങനെ കോരി കഴിക്കാം, അല്ലാതെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെ വെക്കാം. അപ്പം ഞാനത് ഒന്ന് സെറ്റ് ചെയ്ത് കുറച്ച് സമയം ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കണം. അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് ഒന്ന് മാറ്റി അവിടെ നിന്ന് അരമണിക്കൂർ കഴിഞ്ഞ് ഞാനത് എടുത്തു കേട്ടോ. അപ്പോൾ പ്ലേറ്റിലേക്ക് ഇതാ ഭംഗിയായി വന്നിട്ടുണ്ട്. പിന്നെ അതൊന്ന് കട്ട് ചെയ്യണം കേട്ടോ. കട്ട് ചെയ്ത് ഞാൻ ഒരു കഷ്ണം കഴിക്കുകയാണേ. സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് കമൻറ്റിലൂടെ പറയണേ.